ഒരുപാട് കാലം മറ്റുള്ളവരെ വെച്ച് സൂപ്പർ ഹിറ്റുകൾ ചെയ്ത ശേഷമാണ് ലാൽ ജോസിന് മോഹൻലാലിൻ്റെ ഒരു ഡേറ്റ് കിട്ടിയത്. കൂതറ പടമായി എടുത്തത്. മോഹൻലാലിന് ഇപ്പോൾ ഒരു നല്ല പടം ആവശ്യമാണ്. കാതൽ പോലൊരു സിനിമയൊക്കെ ആലോചിക്കുക, ഈ മനുഷ്യൻ ചെയ്തില്ലേ? അദ്ദേഹത്തിൻ്റെ സമുദായം തള്ളി പറഞ്ഞിട്ട് പോലും അവർ പറയുന്നല്ലോ ഇങ്ങനത്തെ സബ്ജക്റ്റ് ഒന്നും ചെയ്യാൻ പാടില്ല എന്ന്. പക്ഷെ അതൊന്നും പുള്ളി വകവയ്ക്കാതെ 5 നേരം നിസ്കരിക്കുന്ന ആളായിട്ട് പോലും പുള്ളി അങ്ങനെ ഒരു സബ്ജക്റ്റ് കയറി ചെയ്യുക. ആ സെലക്ഷനൊക്കെ മോഹൻലാൽ കണ്ടു പഠിക്കേണ്ടതാണ്. മമ്മൂട്ടിയെ പോലെ ആവാൻ മോഹൻലാലിന് കഴിയില്ല, മോഹൻലാലിനെ പോലെ ആവാൻ മമ്മൂട്ടിക്ക് കഴിയില്ല. എങ്കിലും മോഹൻലാൽ കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. സിഗരറ്റൊക്കെ വലിച്ച് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്തോ വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ ഒരു മാടമ്പി പോലെ ഇരിക്കുന്ന അയാൾ സുരേഷ് ഗോപി മാടമ്പിയാണെന്ന് പറയുന്നത്. പക്ഷേ ഇയാളുടെ മാൻഡ്രസം മൊത്തം മാടമ്പി തരാം. 1969 അവാർഡ് ആദ്യമായിട്ട് കൊടുത്തു തുടങ്ങി അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ അഴിമതി. അവൻ മലയാള സിനിമയിലെ ഫെഫ്കയ്ക്കെതിരെയും തൊഴിലാളികൾക്കെതിരെയും നിൽക്കുന്നവനാണ്. ആ ബോറൻ്റെ ഒരു അവാർഡും കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ ആരും അറിയില്ല. ഇത് അതിന് പകരം ജൂറി മെമ്പേഴ്സ് ഇരുന്ന് ആഹാരം കഴിക്കുന്നിടത്ത് ചെന്നിരുന്നിട്ട് അവിടെ നിന്ന് പാട്ടൊന്നും പുല്ലൊന്നും കൊടുക്കണ്ട കേട്ടോ. അതിനൊന്നും അതാണ് കുഴപ്പമായത്. സാർ ഇപ്പൊ 28ാമത് IFK നടക്കാണ്. അപ്പോൾ സാറ് ഡെലിഗേറ്റ് പാസ് പോലും ഇല്ല സാറ്, എന്തുകൊണ്ടാണ്? അതെ, ഞാനൊരു 23 വരെ 23ാമത്തെ ഫിലിം ഫെസ്റ്റിവൽ വരെ ഇതിൻ്റെ ഒഫീഷ്യൽ കമ്മിറ്റികളിൽ പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു കമ്മിറ്റിയിൽ ഉണ്ടാവുകയും ആദ്യമധ്യാന്തം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന ആളായിരുന്നു. പക്ഷേ കമൽ ചെയർമാനായ ശേഷം ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണല്ലോ. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ, പിണറായിയുടെ ആദ്യത്തെ മന്ത്രിസഭ അധികാരത്തിൽ വന്ന് 5 വർഷം ഞാൻ സാംസ്കാരിക ക്ഷേമനിധി ബോർഡ് ഡയറക്ടറായിരുന്നു. 5 വർഷം. പക്ഷേ കമൽ വന്ന് ഒരു 3 വർഷം കഴിയുമ്പോൾ കമലിൻ്റെ ചില കൊള്ളരുതായ്മകളെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു സംവിധായകൻ, ഒരു കലാകാരൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തതിൻ്റെ പേരിൽ കമലിനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് പല ചാനലുകളിലും ഞാൻ സംസാരിച്ചതുകൊണ്ട് ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഒരു ക്ഷണക്കത്ത് പോലും എനിക്ക് അയക്കരുതെന്ന് പുള്ളി ഓഫീസിൽ പറയുകയും എനിക്ക് അതിൻ്റെ ഉദ്ഘാടന സമാപന ക്ഷണക്കത്തുകൾ പോലും അയക്കാത്തൊരു കാലം വന്നു. അന്ന് ഞാൻ ഒരു തീരുമാനം എടുത്തു. കമൽ ഇരിക്കുന്നിടത്തോളം കാലം ഇനി ഫിലിം ഫെസ്റ്റിവലിൽ ഡെലിഗേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ എനിക്കെല്ലാം ഒഫീഷ്യൽ പാസ്സായിരുന്നു, പോകില്ല എന്ന് തീരുമാനിച്ചു. അത് UDF ഭരിച്ചപ്പോഴും LDF ഭരിച്ചപ്പോഴും ഒക്കെ ഞാൻ ഒഫീഷ്യൽ പാസ്സുള്ള ആളായിരുന്നു. പക്ഷെ കമൽ മാറി രഞ്ജിത്ത് വന്നപ്പോൾ കമലിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ എന്തൊക്കെ കാണിച്ചിരുന്നു അത് തന്നെയാണ് രഞ്ജിത്തിൻ്റെ കൂടെ ഉള്ളവരും കാണിക്കുന്നത്. ഞാനാണെങ്കിൽ ഈ അല്പം നിഷേധത്തിനുള്ളതുകൊണ്ടേ ഒരുത്തൻ്റെ ഇപ്പോൾ താങ്ങാൻ പോകില്ല. രഞ്ജിത്തിനെ കണ്ട് അല്ലെങ്കിൽ അജയ് ചന്ദ്രനെ കണ്ടിട്ട് എൻ്റെ ജീവിതാഭിലാഷമാണ് എന്നെ ഒരു ഒഫീഷ്യലായിട്ട് ഏതെങ്കിലും ഒരു കമ്മിറ്റിയിൽ എടുക്കണമെന്നൊന്നും ഞാൻ പറയില്ല. നമ്മളെ വേണ്ട എങ്കിൽ എനിക്ക് ഇന്നലെ വേണ്ട. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കഴിഞ്ഞ ഏതാണ്ട് 3-4 വർഷമായിട്ട് 4-5 വർഷമായിട്ട് രഞ്ജിത്തും കമലിൻ്റെയും അവസാന കാലഘട്ടത്തിലുള്ള ഒരു ഫിലിം ഫെസ്റ്റിവലിൽ ഞാൻ പങ്കെടുക്കാറില്ല. രഞ്ജിത്ത് പല സ്ഥാപനങ്ങളും ഈ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇറക്കിയായിരുന്നു. അപ്പോൾ മന്ത്രി അതിനൊരു വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്ത് വിശദീകരണം ആവശ്യപ്പെടാറുന്നേ? ഇപ്പോൾ ഡോക്ടർ ബിജു ഒക്കെ ഒരു കലാകാരനല്ലേ. അയാൾ ഈ ജാതി പിടിച്ച് പറയുന്നത് ശരിയല്ല. ബിജുവിൻ്റെ ജാതി പിടിച്ച് രഞ്ജിത്തൊന്നും പറഞ്ഞിട്ടില്ല. കാരണം അതിലെ കമൻറ്റുകൾ കേട്ടില്ല. എല്ലാം രഞ്ജിത്തിനെ ജാതി പറഞ്ഞാണ് ആക്ഷേപിക്കുന്നത്. നമ്മൾ കലാകാരന്മാരെങ്കിലും ഈ ജാതി പറയൽ നിർത്തണം. രഞ്ജിത്ത് എന്താ പറയുക, ഇതിൽ ഓരോരുത്തരെ കുറിച്ച് പറയുന്നതും രഞ്ജിത്തും ആലോചിക്കണം. ഒരു ക്യാമറയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഒരു അക്കാഡമി ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് സിഗരറ്റൊക്കെ വലിച്ച് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്തോ വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ ഒരു മാടമ്പി പോലെ ഇരിക്കുന്ന അയാൾ സുരേഷ് ഗോപി മാടമ്പിയാണെന്ന് പറയുന്നത്. പക്ഷേ ഇയാളുടെ മാൻഡ്രസം മൊത്തം മാടമ്പി തരാം. അത് രഞ്ജിത്ത് അതൊക്കെ ഒഴിവാക്കേണ്ടതാണ്. ആ ജാടക്കാലമൊക്കെ പോയെന്നേ. ഇപ്പം ജനകീയമായി നടക്കുന്നവരെ ആളുകൾ ബഹുമാനിക്കും. മനസ്സിലായില്ല. അല്ലാതെ ഞാനൊരു 1.5 ആളാണെന്ന് പറഞ്ഞ് നടന്നാൽ അല്ലെങ്കിൽ കോഴിക്കോട്ടെ പത്മരാജനായിട്ട് നടന്നാലൊന്നും ഒരു കാര്യമില്ല. ആരും വില വയ്ക്കില്ല. നമ്മൾ ജനകീയനാവണം. ആളുകളുമായിട്ടൊക്കെ നന്നായിട്ട് മിങ്കിൾ ചെയ്ത് നന്നായിട്ട് പോകണം. പക്ഷേ ബിജുവിൻ്റെ കാര്യത്തിൽ ഞാൻ നേരെ തിരിച്ചേ പറയുള്ളൂ. കാരണം ബിജുവിൻ്റെ കാര്യമായാലും ശരി, അവാർഡിൻ്റെ കാര്യമായാലും ശരി, രണ്ടിലും ഞാൻ രഞ്ജിത്തിനെ കുറ്റം പറയില്ല. കാരണം ഇത്തവണത്തെ സംസ്ഥാന അവാർഡിൽ ഭയങ്കര വിവാദം ഉണ്ടായിരുന്നു പറഞ്ഞ് പുഷ്പരാജ് മെമ്പർ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. 1969 അവാർഡ് ആദ്യമായിട്ട് കൊടുത്തു തുടങ്ങി അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ അഴിമതി. അത് മനുഷ്യരല്ലേ. ഇപ്പം ഞാൻ ഒരു ജൂറി മെമ്പറായിരിക്കുമ്പോൾ നിങ്ങളുടെ ഒരു പടം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ച് പറയും, ചേട്ടാ ഒന്ന് നോക്കിയോളണേ പറയും. ഞാനൊക്കെ ഒന്ന് നോക്കുകയും ചെയ്യും എന്തെങ്കിലും കൊടുക്കാൻ. പക്ഷേ രഞ്ജിത്തിന് അതിലും പറ്റിയതൊരു മാടമ്പിത്തരായതുകൊണ്ടാണ്. കാരണം അക്കാഡമി അല്ല ഈ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ജൂറികൾ വന്നിരുന്ന് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവാർഡ് ജൂറി കണ്ടുകൊണ്ടിരിക്കുന്നിടത്ത് ഇയാൾ പോയി ഇരിക്കാൻ പാടില്ല. നേരെ കുറച്ച് അയാൾ കോഴിക്കോട്ട് ഇരുന്നുകൊണ്ട് അജയ് ചന്ദ്രനെ വിളിച്ച് പറഞ്ഞവരെ ആ മറ്റേ പൊട്ടപ്പടമില്ലേ അതിനൊന്നും ഒരു പുല്ലും കൊടുക്കരുത്, അല്ലെങ്കിൽ അവൻ മലയാള സിനിമയിലെ ഫെഫ്കയ്ക്കെതിരെയും തൊഴിലാളികൾക്കെതിരെയും നിൽക്കുന്നവനാണ്, ആ ബോറൻ്റെ ഒരു അവാർഡും കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ ആരും അറിയില്ല. ഇത് അതിന് പകരം ജൂറി മെമ്പേഴ്സ് ഇരുന്ന് ആഹാരം കഴിക്കുന്നിടത്ത് ചെന്നിരുന്നിട്ട് അവിടെ നിന്ന് പാട്ടൊന്നും പുല്ലൊന്നും കൊടുക്കണ്ട കേട്ടോ. അതിനൊന്നും അതാണ് കുഴപ്പമായത്. അതുപോലെ ബിജുവിൻ്റെ ജാതി വെച്ചൊന്നും അല്ല രഞ്ജിത്ത് പറഞ്ഞത്. രഞ്ജിത്ത് പറഞ്ഞത് ബിജു ഒന്നുകൂടി പഠിക്കണം. കാരണം സിനിമ ആളുകൾ കാണാൻ എടുക്കുന്നതാണെങ്കിൽ ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ എടുക്കുന്നത് ഹൗസ്ഫുള്ളായി ആളുകൾ കാണണമെന്ന് വിചാരിച്ചിട്ടാണ്. ആരും കാണണ്ട എന്ന് പറഞ്ഞാൽ ഇവിടെ ആരും സിനിമ എടുക്കാറില്ല. അടൂർ ഗോപാലകൃഷ്ണനായാലും KS ഗോപാലകൃഷ്ണനായാലും ആൾ കാണാൻ തന്നെയാണ് സിനിമ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ എടുക്കുന്നിടത്ത്
കുറച്ചുകൂടി പഠിക്കണം. നിങ്ങൾ ഒരു ഏതെങ്കിലുമൊക്കെ നമ്മളെ കേട്ട് കഴിവില്ലാത്ത കുറേ ഫസ്റ്റുകളൊക്കെ അയച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഞാൻ സ്വർണ്ണ മെഡലുണ്ടെന്ന് ആന ഉണ്ടെന്ന് പൂന ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ നാട്ടിൽ ജനം കാണണം അല്ലേ? ആനുകാലിക വിഷയങ്ങളായാലും ചരിത്രപരമായ വിഷയങ്ങൾ ഏത് ചെയ്താലും ജനം കാണണം. അത്തരം കാണൽ സിനിമകളെ എന്താ പറയുക, പുച്ഛത്തോടെ കാണുകയും ആരും കാണണ്ട, ഞാൻ വല്ല ഒരുത്തനെയും ചാക്കിട്ട് കൊണ്ടുവന്ന് ചെയ്ത് 5-6 കോടി അവൻ്റെ കളഞ്ഞാൽ എനിക്ക് അവൻ്റെ ബ്ലാക്ക് മണി ആണെങ്കിൽ അവൻ തള്ളിക്കോട്ടെ, എനിക്കതിൽ നഷ്ടപ്പെടാമെന്നില്ല എന്ന് പറയുന്ന ന്യായത്തോട് എനിക്ക് യോജിപ്പില്ല. ഒരു മാടമ്പിത്തരമുണ്ടോ തോന്നിയിട്ടുണ്ട്? അത് നമുക്ക് തോന്നുന്നതാണെന്നേ, നമ്മളത് മാടമ്പിത്തരമാണെന്ന് നോക്കാതിരുന്നാൽ മതി. അയാളുടെ ഒരു പ്രകൃതമാണ്. അല്ലെങ്കിൽ മെയ് മാസ പുലരി പോലുള്ള സിനിമകൾ ചെയ്തിരുന്നപ്പോൾ ഒരു സാധാരണ പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ, പ്രാദേശിക വാർത്തകളൊക്കെ ചെയ്യുമ്പം ഇയാൾ പറയുന്നത് ഇയാളൊരു വെറും സാധു മനുഷ്യനാണ്. ഈ എന്താ പറയുക, 6-ാം തമ്പുരാനും നരസിംഹമൊക്കെ വലിയേട്ടനൊക്കെ എഴുതി കഴിഞ്ഞപ്പോൾ അയാളും സുരേഷ് ഗോപിയെ പോലെ തന്നെ ക്യാരക്ടറായിട്ടാണ് നടക്കുകയാണ്. മനസ്സിലായത്? അതുകൊണ്ടാണ് അയാളെ ഈ മാടമ്പിയായിട്ട് തോന്നുന്നത്. ഓഞ്ഞ മാടമ്പി എന്നല്ലേ തോന്നുന്നു, എണീറ്റടക്കം വയ്യല്ലോ. അപ്പോൾ അത് അയാൾ ഈ എന്താ പറയുക, ആ സിനിമകൾ എഴുതി വന്നപ്പോൾ അയാൾക്കും തോന്നിക്കാണും മനസ്സിലെ ഉപബോധ മനസ്സിൽ ഞാനും ഒരു മാടമ്പിയാണെന്ന് തോന്നിക്കണം. അല്ലാതെ അയാളൊരു നായരാണ് അതുകൊണ്ട് അയാൾ വരേണ്യ വർഗത്തിന് വേണ്ടി സംസാരിക്കും, അങ്ങനെയൊന്നുമില്ല. രഞ്ജിത്ത് അത്തരംകാരനൊന്നും. ഇതിനൊക്കെ ജാതിയുടെ ഒരു കള്ളിയിലൊക്കെ ഇനിയുള്ള കാലത്തെങ്കിലും കയറ്റില്ലെന്നായിരിക്കും. ബിജു പോലും ഏത് ജാതി എന്ന് ഞാൻ അറിഞ്ഞത് ബിജു കലഹം ഉണ്ടാക്കിയപ്പോഴും, അല്ലെങ്കിൽ ബിജുവിൻ്റെ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇടുമ്പോൾ അയ്യങ്കാളിയുടെ ഒരു പടം വെച്ചിടുമ്പോഴാണ് ഞാൻ അറിയുന്നത് ബിജു ആ ജനിസിപ്പെട്ടാണെന്ന്. അങ്ങനെ കലാകാരന്മാർ ജാതിയും മതം വെച്ച് കളിക്കരുത്, നാണക്കേടാണെന്ന്. ഇനിയെങ്കിലും അതൊക്കെ മാറേണ്ട കാലം കഴിഞ്ഞു. അന്യനെയൊക്കെ പോലുള്ള തലമുറ ജാതി പറഞ്ഞ് കളിക്കരുത്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. എൻ്റെ മകന് ഭരചന്ദ്രൻ എന്നിട്ടിരിക്കുന്നു, ഏത് ജാതി നാക്കും അറിയില്ല. അപ്പോൾ ഒട്ട് ആരുടെയും പറയില്ല, ഞാനും പറയില്ല. എൻ്റെ പേരിൽ ജാതി വാലുണ്ടായിരുന്നു, പക്ഷേ ഞാനത് വിവരം വെച്ചപ്പോൾ എൻ്റെ അപ്പന് പറ്റിയ ഒരു അബദ്ധമാണെന്ന് പറഞ്ഞാൽ അതങ്ങ് മാറ്റി വെറും ശാന്തിയുള്ള ദിനേശ്. അല്ലാണ്ട് ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ആൾക്കാരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ലിജോ ജോസ് പല്ലിശ്ശേരി കൂട്ടുകെട്ടിൽ വരുന്ന ഒരു സിനിമ. അപ്പോൾ എങ്ങനെ നോക്കിക്കാണുന്നു ആ സിനിമയെ? ലിജോ ഈ വർത്തമാനകാല മലയാള സിനിമയിൽ വ്യത്യസ്തമായ വിഷയങ്ങൾ ചെയ്യുന്ന ആളാണ്. മോഹൻലാലിന് വലിയ പ്രതീക്ഷ ഉണ്ടാവാം. മലൈക്കോട്ടോ അലുവൻ നല്ല വ്യത്യസ്തമായ ഒരു പടമായിരിക്കും. അയാളുടെ മേക്ക് ഓവറൊക്കെ കാണുമ്പോഴും ഒരു വ്യത്യസ്തതയുണ്ട്. പക്ഷേ പടം വരട്ടെ, അല്ല നമ്മൾ മുൻകൂട്ടി ഇതൊരു അടിപൊളി പടമായിരിക്കും നമ്മളെങ്ങനെ പറയും. ലിജോ മോശമാക്കാൻ സാധ്യതയില്ല, മോഹൻലാലിനൊക്കെ കിട്ടും. പക്ഷേ അപ്പോഴും എൻ്റെ പേടി എന്താണെന്ന് ചോദിച്ചാൽ, ഒരുപാട് കാലം മറ്റുള്ളവരെ വെച്ച് സൂപ്പർ ഹിറ്റുകൾ ചെയ്ത ശേഷമാണ് ലാൽ ജോസിന് മോഹൻലാലിൻ്റെ ഒരു ഡേറ്റ് കിട്ടിയത്. കൂതറ പടമായി. അതുപോലെ ലിജോയെ നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ കാണുകയും വരുന്ന പടം മോശമാവുകയാണെങ്കിൽ നമ്മളിപ്പോൾ പറയുന്നതിന് പ്രസക്തിയില്ല. ഒരു നല്ല പടമാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. കാരണം മോഹൻലാലിന് ഇപ്പോൾ ഒരു നല്ല പടം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നല്ല പടങ്ങളാവട്ടെ, ലിജോ ചെയ്യുന്ന ഈ പടവും നല്ല പടമാവട്ടെ എന്ന് ആശംസിക്കാം. അതുകൊണ്ട് മോഹൻലാലിൻ്റെ കരിയറിന് ഒരു ഗുണം ഉണ്ടാവട്ടെ. അതിനപ്പുറം അത് പറയുന്നത് ശരിയല്ല. പടം വരട്ടെ. അതേപോലെ മമ്മൂട്ടിയുടെ കരിയറിൽ ഇപ്പോൾ ഒരു ഹൈപ്പിലേക്ക് പിന്നെ ആരാ പറയും പോലെ വയസ്സായ കാലത്ത് പുള്ളി ബുദ്ധിപൂർവ്വം ആ സെലക്ഷനൊക്കെ മോഹൻലാൽ കണ്ടു പഠിക്കേണ്ടതാണ്. കാരണം വയസ്സായി വരുന്നതോറും അദ്ദേഹം കാണിക്കുന്ന ഒരു ശുഷ്കാന്തി, അല്ലെങ്കിൽ ഈ കൊച്ചു ഫഹദ് ഫാസിലിനെയൊക്കെ പോലെ അഭിനയം കൊണ്ട് അത്ഭുതങ്ങൾ കാണിക്കുന്ന, ക്യാമറയുടെ മുന്നിൽ കാണിക്കുന്ന ആളുകളോട് പിടിച്ചിരിക്കണമെങ്കിൽ ഞാനും ആ വഴി തിരഞ്ഞെടുക്കണമെന്നുള്ള ബുദ്ധിയുള്ളതുകൊണ്ടാണ് അദ്ദേഹം ഈ കാതൽ പോലൊരു സിനിമയൊക്കെ ആലോചിക്കുക ഈ മനുഷ്യൻ ചെയ്തില്ലേ. അദ്ദേഹത്തിൻ്റെ സമുദായം തള്ളി പറഞ്ഞിട്ട് പോലും അവർ പറയുന്നല്ലോ ഇങ്ങനത്തെ സബ്ജക്റ്റ് ഒന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ. പക്ഷെ അതൊന്നും പുള്ളി വകവയ്ക്കാതെ 5 നേരം നിസ്കരിക്കുന്ന ആളായിട്ട് പോലും പുള്ളി അങ്ങനെ ഒരു സബ്ജക്റ്റ് കയറി ചെയ്യുക. അതിൻ്റെ തൊട്ട് മുമ്പ് വന്ന കണ്ണൂർ സ്ക്വാഡ്, അതുപോലെ വ്യത്യസ്തമായ എത്ര പുതിയ ആളുകൾക്ക് ആലോചിക്കും. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട കല്ലു ടെന്നീസിൻ്റെ മകൻ്റെ പടമാണ് അടുത്ത് വരാൻ പോകുന്നത്. എനിക്ക് എൻ്റെ തലയിൽ നിൽക്കാത്തൊരു പേരാ, ബസൂക്ക. വാസ്കോഡി ഗാമ എന്നൊക്കെ പറയും പോലെ. ഞാൻ കല്ലൂരാനോട് ചോദിച്ചു, നിങ്ങളുടെ മോൻ ഇതെന്താ പേരിട്ടിരിക്കണം, നിങ്ങൾ നല്ല പൊളിറ്റിക്കായി എത്രയോ പേരിട്ടല്ലേ എന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞോ അതൊക്കെ പോയടോ, ഇപ്പം സിനിമയൊക്കെ മാറിയില്ലേന്ന്. അപ്പോൾ ബസൂക്ക പോലെ എത്ര പുതിയ ആളുകൾക്ക് ഉണ്ടായെന്ന് പറഞ്ഞ പടം കാണരുതെന്ന് വിചാരിച്ച ആളാണ്. കാരണം എവിടെയെങ്കിലും പോയി പടം കണ്ടിട്ട് ഇറങ്ങുമ്പോൾ ഏത് പടം കണ്ടു, ഞാൻ ഉണ്ട കണ്ടു, മമ്മൂട്ടിയുടെ ഉണ്ട കണ്ടു എന്ന് പറഞ്ഞാൽ മോശമല്ലേ. പക്ഷെ ആ പടം കണ്ടപ്പോഴുണ്ടല്ലോ ഇത് രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സെലക്ഷൻ മമ്മൂട്ടിയുടെ, അത് മോഹൻലാൽ കണ്ടു പഠിക്കേണ്ടതാണെന്ന് ഞാൻ പറയും. പക്ഷേ മോഹൻലാൽ വേറെ, മമ്മൂട്ടി വേറെ. അതുകൊണ്ട് മമ്മൂട്ടിയെ പോലെ ആവാൻ മോഹൻലാലിന് കഴിയില്ല, മോഹൻലാലിനെ പോലെ ആവാൻ മമ്മൂട്ടിക്ക് കഴിയില്ല. എങ്കിലും മോഹൻലാൽ കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം 10 വയസ്സിൻ്റെ അന്തരമുണ്ടേ. ആ 10 വയസ്സിന് അന്തരമുള്ള ആൾ ചെയ്യുന്ന സബ്ജക്റ്റുകൾ കണ്ട്, അല്ലെങ്കിൽ ആ വിജയങ്ങൾ കണ്ട് ഒരു ഹോംവർക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. താങ്ക് യു സാർ.